ഓ ഒരു ജംഗിൾ കേളി വരുന്നുണ്ട്. ഓ അടിപൊളി അടിപൊളി. ആഹാ ഓ അവിടെ ഓ മൈ ഗോഡ് അടിപൊളി. കേട്ടോ പാറപ്പുറത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ. ഗംഭീര ഒരു വനാന്തരീക്ഷമാണ്. അടിപൊളി. ഓ സൂപ്പർ. മലയുടെ മുകളിൽ നിന്ന് വരുന്ന അരുവി. ഓ കുളമുണ്ട്. പിന്നെ ഇത് ഈ ഭാഗം അത്തിക്കൊണ്ട്. ആ അപ്പോൾ ഗൈസ് നമ്മുടെ കൂടുതലൊരു പാവിട്ടച്ചോലയാണ് കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. സൂപ്പർ സ്ഥലം. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആനക്കര പഞ്ചായത്തിലെ പട്ടാമ്പി താലൂക്കാണ്. സൂപ്പർ സ്ഥലമാണ് പാവിട്ടച്ചോല. ക്യാമറയും ഒപ്പം ചാടിയിരിക്കുക കേട്ടോ. അയ്യോ ഇല്ല 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 സ്റ്റെപ്പ് എത്തി കല്ലിന്ന് താഴെ പോയി. അപ്പൊ ക്യാമറമാനും ഒപ്പം പോയിട്ടോ. ക്യാമറമാനും ഒപ്പം പോയി. അല്ല വാട്ടർ ഡ്രിങ്കിങ് ആണ്. ആ ചാടുണ്ടോ? ഓ പച്ചുട്ടി ഒന്നും കൂടി ചാടുകയാണ് കേട്ടോ. ഓ അടിപൊളി. ആ പിള്ളേരെ പേടിപ്പിച്ച. അതെവിടെ പൊന്തി. നമ്മളിപ്പോൾ ഉള്ളതേ കൂടല്ലൂർ പ്രദേശത്താണ്. കൂടല്ലൂർ നല്ലൊരു ചോലയുണ്ട്, പാവിട്ടച്ചോല. അപ്പോൾ പാവിട്ടച്ചോല കാണാൻ പോണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എൻ്റെ പേരൊക്കെ എന്താ? അർച്ചന, ശ്രീരഞ്ജിനി, അധീന. അപ്പോൾ നമ്മൾ പോവാം. ഓക്കെ റെഡി. ഹലോ ഫ്രണ്ട്സ്, നമ്മളീ പാലക്കാട് ജില്ലയിൽ തൃത്താല മണ്ഡലത്തിൽപ്പെട്ട പാവിട്ടച്ചോലയിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. പാവിട്ടച്ചോല എന്ന് പറഞ്ഞാൽ കൂടല്ലൂരിനടുത്താണ്. കൂടല്ലൂർ എന്ന് പറഞ്ഞാൽ തൃത്താലയിൽ നിന്ന് കുമ്പിടിക്കുള്ള റോഡിലാണ് കേട്ടോ കൂടല്ലൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ആ ഈ സ്ഥലത്തിൻ്റെ പേര് ഏലാപ്പീസാ. ആ ഏലാപ്പീസ് എന്ന് പറയാ. ഓ ഏലാപ്പീസ് എന്ന് പറയാൻ കാരണം എന്താ? ആ വീഡിയോ എടുക്ക യൂട്യൂബിലാ. ഏലാപ്പീസാ അതിൻ്റെ പേരല്ലേ? ക്യാമറ ഫേസ്. ആ ഈ സ്ഥലത്തിന്റെ പേര് ഏലാപ്പീസ് എന്നാ? എന്താണ് കൂടല്ലൂർ ഏലാപ്പീസ് പറഞ്ഞത്? ആ ഇവിടെ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ മട്ടി നിൽക്കുന്നു അതിന്റെ അടുത്തായിരുന്നു സമയം. അത് പൊളിച്ചു പോയിട്ട് കുറച്ച് ഇപ്പൊ അടുത്തല്ല. അവിടെ വ്യക്തികൾ വീടും കയറ്റി. ആ പേര് ഇപ്പോഴും നിലനിൽക്കുന്നു ഏലാപ്പീസ്. പിന്നെ കുട്ടികളൊക്കെ വിട്ട് ഇപ്പൊ മുള്ളംകൊല്ലി എന്നുള്ളൊരു പേര് ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ. അപ്പൊ അതാണ് ഏലാപ്പീസ് അല്ലെങ്കിൽ മുള്ളംകൊല്ലി എന്നുള്ള സ്ഥലം. നമ്മള് തിരിഞ്ഞു പോവാം. പിന്നെ ഇപ്പൊ വരുന്നതാണ് മുള്ളംകൊല്ലി എന്നുള്ളത്. അത് കുട്ടികളൊരു ഇതിട്ടാണ്. അപ്പോൾ മുള്ളംകൊല്ലി അല്ലെങ്കിൽ ഏലാപ്പീസ് സ്റ്റോപ്പിൽ നമുക്ക് ഉള്ളിലേക്ക് തിരിയാം. പാവുട്ടച്ചോലല്ലേ മുകളിലത്തെ? ഇത് പാവുട്ടച്ചോല മുകളിലുണ്ട്. പക്ഷേ ഇതേ പോയാൽ വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതിന് അപ്പുറം റോഡ് നോക്കണം. അത് ശരി. വേറെ റോഡ്. ഈ റോഡിന് പോയാൽ പാവുട്ടച്ചോലയിലേക്ക് എത്തില്ല. നടന്നു പോകെത്തും, വണ്ടിക്ക് എത്തില്ല. വണ്ടി പോകാനുള്ള റോഡ് അങ്ങോട്ട് ഇല്ല. പകുതി ഒരു കാൽ ഭാഗമുള്ളൂ. ഇത് ഇതേവരത്തന്നെ ഉള്ളു. പിന്നെ അങ്ങോട്ട് കുണ്ടുമല്ലിയാണ്. അടി കയറി വണ്ടി പോകില്ലോ. ശരി, അതാണ് സംഭവം. ഇനി വേറെ ഓക്കെ താങ്ക് യു. ഇക്ക പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ദിശയിൽ കൂടെ നമ്മുടെ ചോലയ്ക്ക് എത്താം. നമ്മളിപ്പോൾ പോകുന്നത് ചോലയുടെ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന രീതിയിലാണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലും ഉണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വണ്ടി അടുത്തെത്തും. അത് മലമക്കാവ് പ്രദേശത്ത് കൂടിയാണ് വരിക. ഇത് വണ്ടി അത്ര അടുത്തെത്തില്ല. ചോലയുടെ അടുത്ത് വീടുള്ള അച്ചുട്ടി നമ്മുടെ കൂടെയുള്ള ആർദ്രയുടെ സുഹൃത്താണ്. അതുകൊണ്ട് അച്ചുട്ടിയുടെ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്യാമെന്നുള്ള സൗകര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. ബൈക്കൊക്കെയാണ് ഇതിൻ്റെ ചോലയുടെ കുറച്ചെങ്കിലും അടുത്ത് വരെയൊക്കെ പോകുള്ളൂ കേട്ടോ. കാറോ വലിയ വണ്ടി എൻ്റെ അടുത്തേക്ക് പോവില്ല.
ഓ ഒക്കെ പോവാം. ആരുടെ തോട്ടം അത്? ആരുടെ തോട്ടം? അത് ശരി. അപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമുണ്ട്. അവിടെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ പൈസ കൊടുത്താൽ നമുക്ക് പൊട്ടിക്കാമെന്നാണ് പറഞ്ഞത്. അതുകൂടി സമയം ഉണ്ടെങ്കിൽ കാണാം. എന്താ നമ്മൾ ആദ്യം ചോലയിലേക്കാണ് പോണത്. ആ ഓർഗാനിക് ഫാമിംഗ്. ഇത് കൂടെ വേണമെങ്കിൽ ജീപ്പ് പോകുമല്ലേ ഈ വഴി കൂടെ ഒക്കെ? പോവില്ല, കുറച്ച് വരും പോകും അല്ലേ? ബൈക്ക് പോവും വേണമെങ്കിൽ. ചോലയുടെ അടുത്തൊരു വണ്ടി എത്തുമോ? ഇല്ല. ഓ ഇപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ. താഴെ വീട് കാണാം. ഇവിടെ വെട്ടി താഴ്ത്തിരിക്കുക. ആ വീട് നിൽക്കുന്ന താഴെയാണ്. നമ്മൾ പോണ വഴി ഇങ്ങനെ കയറ്റാണ്ട് ഇറക്കണ്ട്. ചെറിയ ചെറിയ വഴിയാണ്. വീഴാണ്ട് നോക്കണം. ഇവിടെ താഴത്തൊക്കെ വീടുണ്ട് കേട്ടോ. ആ ഓ ഗംഭീര ഒറ്റയടി പാത. മലയുടെ ചെരുവിൽ കൂടിയുള്ള നല്ലൊരു വനാന്തരീക്ഷം ഉണ്ട് കേട്ടോ. നല്ല വനത്തിൽ കൂടെ പോകേണ്ട എഫക്റ്റാണ്. ആ അതല്ലേ ഇവിടെ റബ്ബർ തോട്ടമാണ് ഗൈസ്. ഇവിടെ എന്തായാലും നല്ലൊരു കുന്നിൻ ചെരുവാണ്. തെങ്ങൻ തോട്ടം. ഇവിടെ രണ്ടാൾ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. സ്പീഡിൽ പോയിട്ടുണ്ട്. ആ ഉണ്ട്. പുള്ളി വിളിച്ചു ചോദിച്ചതേ ചോരയുടെ സൗണ്ട് കേൾക്കാമല്ലേന്നോ. നന്നായിട്ട് കേൾക്കാണ്ട്. വെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല ശബ്ദം. ഇവിടെ വളരെ വീതി കുറഞ്ഞ നടപ്പാത മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോലയ്ക്കുള്ള വഴിയാണ്. നല്ല ഒറ്റയടി പാത കേട്ടോ. വീതി കുറഞ്ഞ നടപ്പാത മാത്രമാണ് ഇവിടെ. ഓ ചോലയുടെ ഒരു ഭാഗം ഇവിടെ കാണാം കേട്ടോ. പാറപ്പുറത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട് കേട്ടോ. ഗംഭീര ഒരു വനാന്തരീക്ഷമാണ്. അടിപൊളി. ഓ സൂപ്പർ. മലയുടെ മുകളിൽ നിന്ന് വരുന്ന അരുവി. ഓ ആ അപ്പോൾ നമുക്ക് ഏതാ ഫസ്റ്റ് സ്ഥലം? നല്ല സ്ഥലം 3 ഇഷ്ടം. ഒരു മിനിറ്റ് പറയും. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? കുളമുണ്ട്. പിന്നെ ഇത് ഈ ഭാഗം അത്തിക്കുണ്ട്. ആ ഇതിന് പേരുണ്ടോ? പേരില്ല. പിന്നെ താഴേക്കുണ്ടോ? താഴേക്കില്ല. പാവട്ടച്ചോല. ഓക്കെ ഓക്കെ. അപ്പോൾ കേസ് വെള്ളച്ചാട്ടം വിവിധ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ. ഏറ്റവും മുകളിൽ കുളമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഭാഗം, പിന്നെ താഴെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നേരെ മുകളിലേക്ക് കയറല്ലേ? നേരെ കുളത്തിനോട് പോകല്ലേ? ഓക്കെ. അപ്പോൾ കേസ് ഇവിടെ നല്ല വഴുക്കലുള്ള പാറയൊക്കെയാണ് കേട്ടോ. സൂക്ഷിച്ച് കയറാം. വെള്ളം ഇതിലൂടെ ഒക്കെ ഒലിക്കുന്നുണ്ട് കേട്ടോ. ചോല നിറയെ വെള്ളം. ഓ
അടിപൊളി. നമ്മൾ കൂടല്ലൂർ പാവിട്ടച്ചോലയിൽ എത്തിക്കുകയാണ് കേട്ടോ. ഓ ഗംഭീര മരം മറിഞ്ഞു കൊണ്ട് കിടക്കണോ. ഓ നല്ലൊരു ഫോറസ്റ്റിനകത്ത് കൂടെ പോകണം അതേ ഫീല്. ഓ ഓ ഇവിടുത്തെ പാറമേൽ കൂടെ വീണ്ടും വെള്ളം ഒഴുകണം. ആ പാറയുടെ ഇടുക്ക് കൂടെ ഗംഭീര വെള്ളം അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വഴുക്കലുണ്ടാവും, സൂക്ഷിച്ച് നടക്കുക. ഓ അടിപൊളി, സൂപ്പർ കൂലായിട്ടോ. ഓ ഒന്ന് നോക്കിയേ. അടിപൊളിയാട്ടോ. പിള്ളേർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറ്റും. നമ്മുടെ പ്രകൃതിയിൽ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ കാലെടുത്ത ഞാൻ അങ്ങോട്ടാണ്. ആ ഓക്കെ പോട്ടെ പോട്ടെ. അവിടെ കൂടല്ലൂർ പാവിട്ടച്ചോലയിൽ കൂടെ കേട്ടോ നമ്മൾ പോകണം. തോട്ടിന് മുകളിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യമാണ്. ഇതെന്താ ഇത്, കിണറാ? ഓ അപ്പോൾ കേസ് നല്ലൊരു കിണർ, നല്ല നീല തെളിഞ്ഞ വെള്ളം, അടിപൊളി. അതെയോ? പിന്നെ ഇത് നമ്മുടെ ചോല വേനൽക്കാലത്ത് ഉണ്ടാവുമോ? ഓക്കെ, അപ്പോൾ ഒരു ഓണം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഏകദേശം വറ്റുണ്ടാവും. ഓ അപ്പോൾ കേസ് നിറയെ ആൾക്കാർ മുകളിലുണ്ട് കേട്ടോ. പിള്ളേർ കുറേ എണ്ണം വന്നിട്ടുണ്ട്. ഓ അവിടെ കിണറെത്താറായോ? കുളം. ഓ അപ്പോൾ കേസ് മുകളിലൊരു കുളമാണ്. അപ്പോൾ മുകളിൽ നിന്ന് മലമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ കൂടി ഇങ്ങോട്ട് വരാം കേട്ടോ. ഏതാ? അല്ല വഴിക്കൂടെ പോട്ടെ. അതെ എവിടെ ഏതെങ്കിലും ഒരു 10 ഇറങ്ങ. ആ വിട്ടോ. ഓ ആ എന്തായാലും കാണാം. ആ പോവാ. അപ്പോൾ കേസ് ഇതാണ് ഇവിടുത്തെ മുകളിലത്തെ കോല കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കില്ലല്ലോ ഇത്, അല്ല ഈ കുളത്തിൽ നിന്നാണ് ഈ ചോല ഉപയോഗിക്കുന്നത് അതോ അപ്പുറത്ത് വേറെ ഉണ്ടോ? ഇല്ല. ഓ ഈ കുളത്തിൽ നിന്ന്, ആ കേസ് ഇപ്പോൾ ഈ കുളത്തിൽ നിന്നാണ് ചോല ഉപയോഗിക്കുന്നത് കേട്ടോ. കുളം നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ താഴോട്ട് പോവുകയാണ്. പിന്നെ ഇത് ചോലയായിട്ട് നേരെ പോയി താഴെ ഭാരതപ്പുഴയ്ക്ക് വന്ന് ചേരും. അപ്പോൾ വലിയ മലയുടെ മുകളിൽ നിന്ന് ഈ കുളത്തിലേക്ക് ഉറവ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത്, ആ മരത്തിൻ്റെ അപ്പുറത്ത് കാണാം അങ്ങനെ ഉറവ വരുന്നുണ്ട്. ആ ഉറവയാണ്
ഈ വെള്ളച്ചാട്ടത്തിനൊക്കെ ആധാരം. ദൂരെ കാണാം. അപ്പോൾ കുളത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി വെക്കാണ്. മുകൾ ഭാഗം കാണാം. അപാരം ഒരു ട്രക്കിംഗ് ആണ് കേട്ടോ അത്. പാലക്കാട് ജില്ലയിൽ കൂടല്ലൂർ. ശരിക്കും ഒരു വനപ്രദേശം ഒന്നുമല്ല, ഗ്രാമപ്രദേശമാണ്. പക്ഷേ നല്ലൊരു വനത്തിൻ്റെ അന്തരീക്ഷം, ഉഗ്രനൊരു ചോല കാര്യങ്ങളൊക്കെയാണ്. ഈ മഴക്കാലത്ത് വന്നാൽ നല്ല കാഴ്ച അനുഭവമായിരിക്കും. എല്ലാവരും വരിക. നമ്മൾ മുകളിലേക്ക് കയറി പോകട്ടോ. ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് നോക്കാം. പഴയകാല ഒരു ഇടവഴിയാണ്. രണ്ട് സൈഡിലും ഇവിടുത്തെ ചീങ്കണ്ണിപ്പാറയുടെ കഷ്ണം കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. നല്ല കയറ്റാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മലമക്കാവ് ഭാഗത്തു കൂടിയും ഇങ്ങോട്ട് വരാമെന്നുള്ളത്. ഇതിപ്പോൾ ആ മലമക്കാവ് ഭാഗമാണ് കേട്ടോ. ഇവിടെ റോഡൊക്കെ ഉണ്ട്, അപ്പുറത്ത് ടാർ റോഡും ഉണ്ട്. ടാർ റോഡിൽ കൂടെ വണ്ടി ഇങ്ങോട്ട് വരാം. വണ്ടി വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചോളുടെ അടുത്ത് വരെയൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ വരുന്നൊരു ടീമാണ്. ഇവിടെ സാധാരണ ആൾക്കാർ നിറയെ വരാറുണ്ടോ? എപ്പോൾ? ആ ശരി. ഞായറാഴ്ചയൊക്കെ ആണെങ്കിലോ നിറയെ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട് ഉച്ച നേരം ആയതുകൊണ്ടാണ് അധികം ആൾ വരാത്തത്. ആ അത് ശരി. ഓ വെള്ളം നല്ല മഴ ഉണ്ടെങ്കിലേ. അത് ശരി. ഓ അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ നിന്ന് മലമക്കാവ് സൈഡിൽ നിന്ന് ഇപ്പോൾ ചോരയിലേക്ക് ഇറങ്ങി വരികയാണ്. നല്ല ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. സമയം നട്ടുച്ച സമയമാണ്. മഴ പെയ്യാൻ തുടങ്ങണം. ഇവിടെ നിറയെ മരങ്ങളുണ്ട്. ആ അപ്പോൾ ചുട്ടി പറഞ്ഞതെന്താ വെച്ചാൽ ബെസ്റ്റ് ക്ലൈമറ്റ് ഇതാണ് അല്ലേ? ആ മഴ, വെള്ളം. നേരത്തെ ഇവിടെ നമ്മൾ കയറിപ്പോയതാണ്. ഇപ്പോൾ മലമക്കാവ് സൈഡ് നമ്മൾ ഇറങ്ങി വരണം. കുളത്തിൽ ആൾക്കാരുണ്ടോ? യെസ്, കുളത്തിൽ ആൾക്കാരുണ്ട്. കുളത്തിൽ 2 ഗൈസ് ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങിച്ചില്ലാണ്. മരത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വരേണ്ടി വരും. ഹലോ, ഹായ്. നിങ്ങൾ അടുത്ത് തരാം. ഇവിടെ തന്നെ ഇറങ്ങി വാ. എങ്ങനെയുണ്ട്? വഴുക്കുണ്ടോ? നടക്കുമ്പോൾ വഴുക്കുന്നുണ്ടോ? കുറച്ച് വഴുക്കുണ്ടല്ലേ? ഓ മോളും ചാടുണ്ടോ? ആ യൂട്യൂബറാ ചാടുണ്ടോ? ആയിക്കോട്ടെ, ഞാൻ ഇവിടെ എടുക്കാം. ചാടില്ല കേട്ടോ, പറഞ്ഞിട്ട് ചാട്. അപ്പോൾ കേസ് ഒരാൾ ചാടാൻ പോകും കേട്ടോ. ആ ആയിക്കോട്ടെ. മോനെ എവിടെ നിന്നാണ് ചാടണേ? ആഹാ, നല്ല ഹൈറ്റിൽ നിന്ന് ചാടുക കേട്ടോ. ആഹാ, ഓ ഓ അടിപൊളി. ഓ സൂപ്പർ. ഓ കാലടി തട്ടുമല്ലേ? തട്ടും, മടക്കണം എന്നാ പറഞ്ഞത്. ഗംഭീര ചാട്ടാണ് ചാടി കേട്ടോ. ആ ആ ബാഗിൽ വെക്കാം. ആരൊക്കെ ഇറങ്ങണവര്? അതിന് ആഴല്ലേ? നീന്തൽ അറിയാത്ത ആൾക്കാർ ആരാള്? നീന്തൽ അറിയാത്തവര്? അതെയോ? ഒരു മിനിറ്റ് കേട്ടോ, ഓരോരുത്തരായിട്ട് ഇറങ്ങ. അത്ര അധികം പോകണ്ട, ആഴത്തേക്ക് പോകണ്ട.
അവിടെ ഓ മൈ ഗോഡ്, അടിപൊളി. ഈ പെൺകുട്ടി ഇങ്ങനെ സാഹസികയാണോ? അച്ചുട്ടി സൂപ്പറായല്ലോ, സൂപ്പറായല്ലോ. പറഞ്ഞിട്ട് ചാടണ്ടേ, പറഞ്ഞിട്ട് ചാടണ്ടേ? ഏ ആ മക്കളെ, നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? എങ്ങാനും പൊങ്ങിയാൽ പൊക്കാനേ. ആ എന്നാലും പൊക്കാൻ ആൾ വേണ്ടേ? അത് വെള്ളത്തിൽ ഇവിടെ കിടന്ന് മുങ്ങിക്കോ. എല്ലാവരും മറ്റേ അച്ചുട്ടിയാ, അല്ല ആദ്യം അച്ചുട്ടിയാണ്ട് എത്തിക്കും, ഒരാളെത്തിക്കും എന്നിട്ട് പോയാൽ മതി. ആ എന്നിട്ട് ബാക്കിയുള്ളവർ പോയാൽ മതി. ആ മോനെ അവിടെ എത്ര ആളുണ്ട് ആ മരത്തിൻ്റെ അവിടെ? അതെയോ? ആ മരത്തുമ്മ പിടിച്ചിരുന്നോ കേട്ടോ. എന്താ പാട് അവിടെ? ആ താഴ്ച ഉണ്ടോ? അതെയോ? അല്ല ഒരു നിൽക്കണോടത്ത് മോനെന്താ പേര്? റഹീം. അവൻ്റെ പേരെന്താ? ആദിൽ. നിങ്ങളെന്താ ചെയ്യണം? പഠിക്കണോ? എന്താ ചെയ്യണം? +2 കഴിഞ്ഞു. ആളോ? +2 എവിടെ? ആ ഹാ. ഇയാളോ എവിടെ പഠിക്കണേ? എവിടെ പഠിച്ചിരുന്നത്? ആ പോലെട്ടാ, ചാടുണ്ടോ? ആ പറഞ്ഞിട്ട് ചാട്. അച്ചുട്ടിയും ചാടോ? ആ ചാട്. ഓ അച്ചുട്ടി ചാടാൻ പോകട്ടോ. സൂപ്പർ. ഓ അപ്പോൾ നമ്മൾ പാവിട്ടച്ചോലല്ലേ ഇത്? ഓക്കെ. കൂടല്ലൂർ മലമക്കാവ് പാവിട്ടച്ചോലയിലാണുള്ളത്. അപ്പോൾ കേസ് അടുത്ത ആൾ മുകളിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ ചാടാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ ചാട്ടം ഒന്ന് കാണാം. ആദിലാണത്. അതിൽ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വന്നു. ഓ എന്താ അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ കൂടുതലൊരു പാവിട്ടച്ചോലയാണ് കേട്ടോ. സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ആനക്കര പഞ്ചായത്തിലെ പട്ടാമ്പി താലൂക്കാണ്. സൂപ്പർ സ്ഥലമാണ് പാവിട്ടച്ചോല. മഴക്കാലത്ത് സജീവമാവുന്ന നല്ലൊരു ചോലയാണ്. ഗംഭീര അനുഭവമാണ് പാവിട്ടച്ചോല. സൂപ്പർ സ്ഥലം പാവിട്ടച്ചോല. അപ്പോൾ ഗൈസ് നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേറെ പിള്ളേർ താഴെ നിന്ന് വേറെ വരുന്നുണ്ട്, മുകളിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പോൾ കുറ്റിപ്പുറ MSC കോളേജിൽ പഠിക്കുന്ന 2-3 പിള്ളേർ വന്നു കേട്ടോ. ഓ അവിടെ ആളുണ്ട്, ഒരാൾ താഴ്ചയുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്.
ഞാൻ കുറച്ച് വീഡിയോ പഴയ സിനിമയിൽ പറയണില്ലേ ക്യാമറയും ഒപ്പം ചാട്ട പറയണില്ലേ സിനിമ കണ്ടുണ്ടോ പഴയ ശ്രീനിവാസൻ്റെ സിനിമ അതിൽ പറയണ്ടേ ക്യാമറയും ഒപ്പം ചാടട്ടെ പറയണ്ടേ അതാണ് അപ്പം അയ്യോ ക്യാമറയും ഒപ്പം ചാടിയിരിക്കുക കേട്ടോ അയ്യോ ഇല്ല 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 സ്റ്റെപ്പ് എത്തി കല്ലിന്ന് താഴെ പോയി അപ്പൊ ക്യാമറമാനും ഒപ്പം പോയിട്ടോ ക്യാമറമാനും ഒപ്പം പോയി അല്ല വാട്ടർ ഡ്രിങ്കിങ് ആണ് ആ ഗൈസ് ആ പറഞ്ഞോ നിങ്ങൾ അടുത്ത തരാണ് പറയും ആദിലല്ലേ ഇന്ന് പേരെന്താ ആദിലോ അതിൽ പേരെന്താ റഹീം അപ്പോൾ ഗൈസ് ക്യാമറയും വെള്ളത്തിലാട്ടോ അപ്പോൾ പാവിട്ട ചോല കൂടല്ലൂര് എവിടെ ആ ആ കോറിയിരിക്കാ ആ ഓക്കെ അപ്പോൾ കേസ് നമ്മൾ നേരത്തെ ഈ വെള്ളത്തിൽ നടന്നപ്പോൾ ഒന്ന് അടി തെറ്റി ഒന്ന് താഴോട്ട് പോയി ക്യാമറ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പൊക്കി പിടിച്ച് എങ്കിൽ ക്യാമറയും രക്ഷിച്ചു നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് എന്താണ് പെട്ടെന്ന് സമനില പോയല്ലേ സമനില പോയി താഴെ പോയി അപ്പോൾ റിസ്കി വീഡിയോ എടുക്കാൻ പോയതാണ് എങ്ങനെയുണ്ട് കുറച്ചുകൂടി താഴ്ന്നിരിക്കുക വെള്ളത്തിൽ മുങ്ങിയിരിക്കുക അല്ല മക്കളെ നമുക്ക് താഴെ ചോലയിൽ ഈ ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ മുങ്ങി കിടക്കാൻ പറ്റില്ല അല്ലേ നിങ്ങളാ ആ മറ്റേ അപ്പം നിങ്ങൾ എങ്ങനെ കിണറിൽ അതാ അല്ല ഇന്നാൾ വന്നപ്പോൾ ഈ ഇതിലല്ലേ ഇറങ്ങിയ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം ആ അരുവി ഉണ്ട് അല്ല ഉറവ അതാണ് ഈ വെള്ളത്തിൻ്റെ സ്രോതസ് അല്ലേ ആ പിന്നെ ചാടിക്ക വെള്ളത്തിലിറങ്ങില്ല ആ ചാടുണ്ടോ ഓ പച്ചുട്ടി ഒന്നും കൂടി ചാടുകയാണ് കേട്ടോ അടിപൊളി ആ പിള്ളേരെ പേടിപ്പിച്ച അതെവിടെ പൊന്തി ഓ അച്ചുട്ടി അച്ചുട്ടി എവിടെ നീന്തലൊക്കെ പഠിച്ചേ നീന്തലൊക്കെ പഠിച്ചായിരുന്ന അച്ചുട്ടിയുടെ ശരിക്കുള്ള പേരെന്താ അർച്ചന ഫുൾ നെയിം ഓക്കെ പഠിക്കണ എവിടെ പട്ടാമി എലിമെന്റ് കോളേജിലെ പഠിക്കണ കുട്ടിയാണ് കേട്ടോ അർച്ചന ബികോം അല്ലേ തേർഡ് ഇയർ ആവും 6th സെമസ്റ്റർ 6 5th ഇത് ആർദ്രയാണ് ഇത് ശ്രീരഞ്ജനി അധീന മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വരും പച്ചുട്ടി വീണ്ടും ചാടാൻ പോവാണ് ആ അടിപൊളി എല്ലാവരും ചാടി പറയാം അച്ചുട്ടി അവിടെ ആ വരുന്നുണ്ട്
കേസ് നമ്മുടെ പാവട്ടച്ചോലയിലെ കുളത്തിലെ കുളി കഴിഞ്ഞിട്ടോ നമ്മൾ ഈ താഴേക്ക് വേണം. നമുക്ക് താഴെ ഇങ്ങനെ ഇറങ്ങി കുളിക്കാൻ പറ്റുമോ? അതോ ഹൈറ്റിൽ നിന്ന് ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എന്താ ഫോൺ ബാഗിലുണ്ട്. അപ്പോൾ ഗൈസ് കാണാം കേട്ടോ. ശരി ശരി, അപ്പോൾ നടക്കട്ടെ. ഞങ്ങൾ താഴേക്ക് പോയിട്ട് നേരെ വഴിക്ക് അവിടെ കൂടുതലൂർക്ക് ഇറങ്ങുക. ഞങ്ങൾ ക്യാമറ ഫേസ് എന്നാണ്, ക്യാമറ ഫേസ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുളകൊല്ലിയില്ലേ? ഞാൻ പാറപ്പെടുത്തില്ല. ഇറുപ്പല്ലേ ഒരു മീരയ്ക്ക് ഒരു വഴിയുണ്ട്, അത് കൂടെ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ കുട്ടേട്ടൻ്റെ ഊരുണ്ടത്. ആ മറ്റേ എന്താ പറയാ, നമ്മളെ ബംഗാളികൾ താമസിക്കാൻ വേണ്ടി ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിലേ ഇപ്പൊ ഹക്കീമാക്കണ്ട് അവിടെ തന്നെ. അപ്പോൾ ശരി, എന്താ വെച്ചാലേ കൂടല്ലൂരിലുള്ള അച്ചുട്ടി നാട്ടുകാരെ കണ്ടുമുട്ടി പരിചയം പുതുക്കട്ടോ. അവരെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞെടുക്കാം. പലരും അടുത്തടുത്ത ആൾക്കാരാണ്, പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് അറിയുന്നു. ഈ കിണറ്റിൽ ഇറങ്ങുന്നതാണോ പറഞ്ഞത്? ഇറങ്ങാറുണ്ട്. നീന്താൻ പറ്റുമോ? ഓ, നമ്മളെങ്ങടാ, നമ്മൾ താഴേക്കല്ലേ? എന്നപ്പോൾ ഇത് ചാടുണ്ടോ? അതവിടെ നിൽക്ക്, ഞാൻ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ. ചാടില്ലേ? എവിടെ നിന്ന് നല്ല വീഡിയോ ഇട്ടോട്ടെ. അപ്പോൾ അച്ചുട്ടി ഈ കുളത്തിലും കിണറ്റിലും ചാടാൻ പോവാ. എവിടെ? ചാടിക്കോ. ഓ അടിപൊളി, അടിപൊളി. കയറി വരാൻ അറിയോ? പച്ചുട്ടി ചെറിയൊരു പുലിയല്ല, ഒന്നും കൂടി ചാടാൻ പോകണ്ടോ? അല്ല, അപ്പോൾ നമ്മുടെ പാവട്ടച്ചോലയിലെ മുകളിലത്തെ കുളത്തിലെ കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. ചോലക്കട താഴേക്ക് ഇറങ്ങണം. നല്ല പാറക്കല്ലാണ്, വഴുക്കലൊക്കെ ഉണ്ടാവും, സൂക്ഷിക്കുക. ഓ, നല്ല സാഹസികമായി ഇറങ്ങാണ്ട നല്ലൊരു പാറയാണ് കേട്ടോ അത്. ശരിക്കും നല്ല വനത്തിലൊക്കെ ഉള്ള ഉൾച്ചോല. അച്ചുട്ടി വീണാ? അതെയാ, ഉരസി പോയതാണ്. ഇവിടെയൊക്കെ നല്ല വഴുക്കലൊക്കെയാണ്, നല്ല വഴുക്കലുള്ള പാറയാണ്. ഓ, പാറയിൽ ഉരച്ച് പോവാട്ടോ. ഇപ്പൊ ചോലയുടെ ലാസ്റ്റ് ഭാഗമായോ? ചോലയുടെ ലാസ്റ്റ് ഓ,
ഓ സൂപ്പറായില്ലേ അതിനെ? ഓ ചോലയുടെ വീണ്ടും താഴ്ഭാഗത്തേക്ക് എത്തിയിരിക്കാം കേട്ടോ. ആടത്തിൽ തന്നെ മുക്കി പിടിക്കാട്ടോ വെള്ളത്തിൽ. ഓ ഇതൊരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു അനുഭവമാണ് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ്. ഓ ഓ സൂപ്പറൊരു ഫീലായിക്കോട്ടെ അത് അടിപൊളിയായിരിക്കും. ആഹാ ഓ അതിനെ ഇരുന്നോക്ക് സൂപ്പറാണ്. ആ ഓ ഓ ഓ സൂപ്പറായി ഒന്നുകൂടി ഓ ഓ ഓ ആ ആ രാവിലെ വന്നിരുന്നു അവിടെ കുളിച്ചോ? ആ രാവിലെ വെള്ളത്തിലിറങ്ങിയോ? ആ ഓ അടിപൊളി. ആ അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ കേട്ടോ. ശ്രീകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളിയാ. ഓ വീണ്ടും ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ ചോരയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ അടുത്ത് തരാം. വണ്ടിമേരിപ്പല്ലോ ഏറ്റവും അവസാനത്തെ ഭാഗം. ആ അത് നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്നോ? ഇവിടെ വന്നില്ല, നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടില്ലല്ലോ. അല്ല ഇപ്പം നമ്മൾ വന്നിട്ടില്ലല്ലോ. ആ അല്ലൂടെ നമ്മൾ പോയപ്പോൾ ഈ വഴിക്കാണോ പോയത്? ആ അവിടെ നിന്ന് തിരിഞ്ഞ്. ആ ആ ഇനി താഴേക്ക് പോകണ്ടോ? താഴേക്ക് ഉണ്ടോ? അതെയോ? അല്ല ഞാൻ ഇതിലേ വരാം. ഒരു മിനിറ്റ്. ബാഗിൽ വേണോ?
വാ 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 അച്ഛൻ്റെ എവിടെ ഓ ഒരു ജംഗിൾ കേളി വരുന്നുണ്ട് ഓ അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി സൂപ്പർ സംഭവം ആ